IPL മുംബൈയെ 4 വിക്കറ്റ് തകർത്ത് ചെന്നൈക്ക് സീസണിലെ ആദ്യ ജയം. 155 റൺസ് 5 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ രച്ചിൻ രവീന്ദ്രയാണ് വിജയശില്പി. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റ് വീഴ്ത്തി മുംബൈയിലെ അരങ്ങേറ്റം ഗംഭീരമാക്കി. കൂടുതൽ വിശദാംശങ്ങൾ രുജീഷ് വി രവീന്ദ്രൻ നൽകും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുജീഷ്, പതിവ് പോലെ തന്നെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തന്നെ തുടങ്ങിയല്ലേ? അങ്ങനെ തന്നെയാണ് സംഗീത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സാധാരണ ആരാധകരൊക്കെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തുടങ്ങുക എന്ന് പറയുന്നത് മുംബൈ ആരാധകർ പതിവ് പോലെ പറയുകയാണ്. കാരണം അവർ 5 കിരീടം നേടുമ്പോഴൊക്കെ പലപ്പോഴും ആ ടൂർണമെന്റിൽ തോറ്റു തുടങ്ങുമ്പോഴും മികച്ച നിലയിൽ അവസാനിപ്പിക്കാൻ മുംബൈക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തവണയും അത്തരത്തിലുള്ള ട്രോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. എന്തായാലും ചെന്നൈക്ക് ഒരു അതിഗംഭീര വിജയം ചെപ്പോക്കിൽ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ ആരാധനാപാത്രമായ മഹേന്ദ്ര സിംഗ് ധോണി അവിടെ ക്രീസിൽ നിൽക്കുമ്പോൾ തന്നെ ജയിക്കുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ അങ്ങനെ ജയിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ചെന്നൈ ആരാധകരെ സംബന്ധിച്ച് ഒരു മികച്ച തുടക്കം എന്ന് തന്നെ പറയാം ഈ സീസണിൽ. പ്രത്യേകിച്ച് ഈ മുംബൈ ഇന്ത്യൻസ് സാധാരണ ചെപ്പോക്കിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ഒരു സന്ദർശക ടീം കൂടിയാണ്. അത്തരത്തിൽ മുംബൈയും ചെന്നൈയും തമ്മിലുള്ള പോരാട്ടം എല്ലാ കാലത്തും IPL ഒരു ക്ലാസിക് പോരാട്ടമായി എപ്പോഴും വിലയിരുത്തുന്നത് മുംബൈയും ചെന്നൈയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. എന്തായാലും മുംബൈക്ക് 155 റൺസ് മാത്രമാണ് ഇത്തവണ ഇവർ ചെന്നൈക്കെതിരെ നേടാനായത്. അതുകൊണ്ട് തന്നെ അനായാസം ഇത്തരം ഒരു സ്കോറിലേക്ക് പോകുമെന്നായിരുന്നു കരുതിയത്. തുടക്കത്തിൽ തന്നെ ഓപ്പണർ രാഹുൽ ത്രിപാഠിയെ വീഴ്ത്താൻ മുംബൈക്ക് സാധിച്ചെങ്കിലും പിന്നീട് രച്ചിൻ രവീന്ദ്രയും ഋതുരാജ് ഗെയ്ക്വാദും അതിവേഗം സ്കോർ ഉയർത്തുന്നതാണ് കണ്ടത്. പക്ഷേ പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അത് എന്തായാലും മലയാളികൾക്കും അഭിമാനിക്കാം. മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന്റെ ഒരു പ്രകടനമാണ് പിന്നീട് ഈ മത്സരം ഇത്രമാത്രം ആവേശകരമായ അന്ത്യത്തിലേക്ക് അല്ലെങ്കിൽ അവസാന ഓവറിലേക്ക് എത്തിച്ചത് എന്ന് എടുത്തു പറയണം. കാരണം ആദ്യ 3 ഓവറുകൾ എറിയുമ്പോൾ ഓരോ ഓവറിലും ഓരോ വിക്കറ്റ് നേടി ചെന്നൈയെ ഒരു സമ്മർദ്ദത്തിലാക്കിയത് വിഘ്നേഷ് പുത്തൂരാണ്. അങ്ങനെ വിഘ്നേഷ് പുത്തൂരിന്റെ ഒരു പ്രകടനമാണ് പിന്നീട് ഈ ഒരു മത്സരം ഒരു അവസാന ഓവറിലേക്ക് എത്തിച്ചത്. എന്തായാലും വിഘ്നേഷിന് 4ാമത്തെ ഓവറിൽ പക്ഷേ വിഘ്നേഷിന് കാര്യമായ ഒരു പ്രകടനം നടത്താനായില്ല. അദ്ദേഹം കൂടുതൽ റൺസ് വഴങ്ങുകയും ഈ മത്സരം അനായാസം ഇത് ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും തുടക്കത്തിൽ മികച്ച ഒരു പ്രകടനത്തോടെ ഒരു അരങ്ങേറ്റം നടത്താൻ മലയാളി താരത്തിനായതും ഏറെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം ചെന്നൈ ആരാധകരെ സംബന്ധിച്ച് മുംബൈയെ തന്നെ തോൽപ്പിച്ച് ഒരു തുടക്കമിടാൻ സാധിച്ചു എന്ന ആവേശം ചെന്നൈ ആരാധകർക്കുമുണ്ട്. അതോടൊപ്പം അവരുടെ തല ധോണി എന്തായാലും ക്രീസിലേക്ക് എത്തിയത് കൂടി വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റുവാങ്ങിയത്. വലിയ ആവേശത്തിൽ തന്നെ ഒരു മത്സരം അവസാന ഓവർ വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ മുംബൈയുടെയും ചെന്നൈയുടെയും ഒരു മത്സരത്തോടെ അതൊരു ക്ലാസിക് പോരാട്ടം തുടങ്ങാനായി എന്നത് തന്നെ ആരാധകർക്ക് സന്തോഷമാണ്. എന്തായാലും മുംബൈക്ക് ആദ്യ മത്സരം പതിവ് പോലെ അവർക്ക് തോറ്റ് തുടങ്ങുന്നു എന്നത് കൂടി അവർക്ക് എന്തായാലും നിരാശ തന്നെയാണ്. ആ നിരാശ കൂടി ഉള്ളപ്പോൾ ഇനി എന്തായാലും അടുത്ത മത്സരത്തിൽ ഒരു ജയത്തോടെ തിരിച്ചു വരാമെന്ന ഒരു പ്രതീക്ഷയാണ് മുംബൈ ആരാധകർക്കും ഉള്ളത്. ശരി രുജീഷ്, എന്നാണെങ്കിലും മുംബൈയെ 4 വിക്കറ്റിന് തകർത്ത് ചെന്നൈക്ക് സീസണിലെ ആദ്യ ജയം ഉണ്ടായിരിക്കുകയാണ്. രുജീഷ് വി രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.